ഹായ് ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളി കിറ്റില് ചലഞ്ച് എന്താന്ന് വെച്ചാല് ഡ്രസ് ഓഫ് ചാലഞ്ച്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇതുവരെ നമ്മൾ ഡ്രസ് ചെയ്തിട്ടില്ല, കണ്ടില്ലേ നമ്മൾ ഡ്രസ്സിലാണ് നിൽക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഡ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഓരോ ഷർട്ടും ഓരോ പാന്റും ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ, അത് നമ്മൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വെയർ ചെയ്യാ, പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാന്നുള്ളതാണ്. ട്വിസ്റ്റ് എന്ന് വെച്ചാല് നമ്മള് നമ്മുടെ കയ്യില് ആ ബാക്കിൽ കിടന്ന ബലൂൺ ഇല്ലേ, ആ ബലൂൺ ഇങ്ങനെ മേലിലോട്ട് ഇട്ട് തട്ടും. ആ ബലൂൺ നമ്മളിങ്ങനെ തട്ടി 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 വേണം നമ്മൾ ഈ ഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട്. ബലൂൺ താഴെ വീഴാതെ നമ്മൾ ഈ ഡ്രസ് ചെയ്യണം. അതെ, ബലൂൺ തട്ടുന്ന സമയത്ത് ഈ ബലൂൺ അങ്ങനെ തറയിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ് എവിടെ വരെയാണോ ആ ഡ്രസ് ഊരിയിട്ട് വീണ്ടും ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായോ? ഗൈസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നിനക്കുള്ള സമ്മാനം. ഗൈസ്, അപ്പൊ ഇതാണ് ഞാൻ ഗൈസ്, ഇതിന് ഒരു പ്രത്യേകത, ഈ ഷർട്ട് മൊത്തം ബട്ടൺസ് ഇട്ട് വെച്ചേക്കാണേ. ആരാന്ന് വെച്ചാൽ ഞാൻ തന്നെ. ഗൈസ്, ഞാൻ ഷാനുവിന്റെ ഡ്രസ്സും എന്റെ ഡ്രസ്സും, അതായത് ഷർട്ടുകൾ രണ്ടും ഞാൻ ബട്ടൺസ് ഇട്ട് പോയേക്കാന്നാ. അപ്പൊ സന്തോഷം, എന്നാ പോട്ടെ. ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഡ്രസ്സ് നമ്മള് ഈ ബെഡിലോട്ട് വെക്കാൻ പോവാണേ. മാറാമോ? ഞാൻ നിക്കുന്ന കണ്ടില്ലേ? നീ എവിടെ നിൽക്കും? മരഭൂതവേ, അവിടെ നിൽക്കാൻ ഡ്രസ് വെച്ച് നമ്മൾ ബലൂൺ ഇങ്ങനെ എടുത്തിട്ട് കഥകളി കളിക്കാൻ പോകുന്നതാണ്. നമ്മളിങ്ങനെ തട്ടി തുടങ്ങാൻ പോവാണ്. ബലൂൺ തട്ടിയതിനു ശേഷം പോയി ഡ്രസ് ഇടുക. പാന്റ് ആദ്യം ഇട്ടോളാം നമുക്ക്. നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഞാൻ ഊരി കളയട്ടെ. സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. പതിയെ തട്ടി തുടങ്ങാം. ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് ഞാനില്ലല്ലോ. തറ പോവാൻ പാടില്ല ഷാനുക്കുട്ടി. തറ പോയാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം തൊട്ട് വേണ്ട. തറ പോയ ഒരു 2 സെക്കൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുക, അതിന് ശേഷം പറ്റത്തില്ല അത് മാറ്റി പറ്റത്തില്ല. കാരണം പിന്നെ വലിയ പാടാണ്. എനിക്ക് തോന്നില്ല നീ തട്ടാ. ഇത് തട്ടിക്കൊണ്ട് നിൽക്കുന്ന അല്ലാണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. നീ ഒന്നോ രണ്ടോ കാര്യം ആദ്യത്തെ ഒരു ബട്ടൺ ഊരിയിട്ടേ തലമുറ വലുത് കയറ്റാൻ. അതെ അതെ അതെ. പാന്റ് കീറി തോന്നുന്നു. എന്റെ പാന്റ് സിപ്പ് എന്തോ ഒന്ന് കീറി. നീ പാന്റാ പറയട്ടെ. പിന്നെ നീ ഷർട്ട് എടുത്ത് സിപ്പിപ്പ കുഞ്ഞിയാണ്. പാന്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അടുത്ത ചടങ്ങ് ഇത് എങ്ങോട്ട് പോവാണ്? ഓ എന്റെ മോനെ, ഞാൻ പൊട്ടി. ഇപ്പൊ നീ തറയുന്ന ബലൂൺ എടുക്കുന്നുണ്ടോ? ഞാൻ ഷർട്ട് പോലും കാണാതിരുവോ. ബലൂൺ മാറ്റി എടുക്കരുത്. ഇങ്ങോട്ട് വാങ്ങി പോലും ബലൂൺ. അടുത്ത് കളിക്കുന്നതോ? നിനക്ക് തട്ടുമ്പോഴൊക്കെ എന്റെ കൂടെ തട്ടിക്കൂടെ? നമ്മൾ ഇതില് ഭയങ്കരമായിട്ടുള്ള ഇതൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്താവോടാ? പറ്റത്തില്ല. എടാ നിർത്തിയിട്ട് സ്റ്റില്ലിട്ട് നിന്ന് പോരണോ? കഴുത്ത് കളിക്കുന്നതോ? നിർത്തണ്ടേ? പറ്റത്തില്ല. ഞാൻ വിചാരിച്ചത് ഭയങ്കര എളുപ്പമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ബോൾ വെള്ളോട്ട് ഇട്ടിട്ട് ഷർട്ടും പണി ഇട്ട് അതില്ലെന്ന് വിചാരിച്ചു. ഇത്ര പറഞ്ഞതില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ആര്യവൈദ്യശാല. ഇതുവരെ നമ്മുടെ നീ ഇട്ടോടാ. ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനൊരു സ്ട്രാറ്റജി. അപ്പൊ ഒരു കൈ കൊണ്ടോ കൈയൊക്കെ മടങ്ങി നല്ല സെറ്റ് ആക്കണം. നീ എന്റെ പോള് ഇതിപ്പോ അടിച്ചിട്ടുണ്ടാകത്തില്ല. അടങ്ങി തലയും പിടിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല വൃത്തിക്ക് ചെയ്യണമല്ലോ. അയ്യോ, ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓൾമോസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
അത് ഫാൻ്റെ ഓ ഗൈസ് നോക്ക് എന്നെ നോക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. കംപ്ലീറ്റ് ചെയ്തോ? എന്നെ നോക്ക് ഗൈസ്. എന്റെ പെണ്ണിനെ കളഞ്ഞു. എന്റെ പെണ്ണിനെ കളഞ്ഞോ? ഗൈസ് നിങ്ങൾ നോക്കിട്ട് പറ ആരാണ് ആദ്യം. ഇത് നോക്കിക്കേ. ഗൈസ് നിങ്ങൾ കണ്ടിട്ട് പറയണം ആരാണ് രണ്ടുപേരും പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റില് വേറെ ചെയ്തത്. സിപ്പ് ഇട്ടിട്ടുണ്ടോ? സിപ്പ് ഇട്ടിട്ടുണ്ട്, ബട്ടർ ഇട്ടിട്ടുണ്ട്. ഞാൻ അടിക്കുന്ന ടീഷർട്ട് വരെ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. കോളർ ബട്ടൺ ഇട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര സിമ്പിൾ ചലഞ്ച് ആയിരിക്കും, പക്ഷെ പെടലി പോയാ ഭയങ്കര ടഫായിരുന്നില്ല. അതെങ്ങനെ മേലോട് തട്ടും വീണ്ടും ഇത് പിടിക്കും, പിന്നെ മേലോട് വീണ്ടും പിടിക്കും. എന്റെ സംശയം എന്റെ ഇത് വേറൊന്നല്ല, ഞാൻ സ്പാൻ ഇടുന്നതിന് പകരം ഞാൻ ഇട്ടുന്ന നിക്കർ കുറിക്കാറായിരുന്നു. കാരണം ഇത് വലിച്ചിട്ട് അവിടെ കയറില്ലായിരുന്നു, എവിടോ ഒന്ന് കീറിയിട്ടുണ്ട് പാന്റ്. എന്റെ തയ്യലൊക്കെ ഇട്ട് ഞാൻ ഈ കീറിയ പാന്റ് ഇട്ട് നടക്കണമല്ലോ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സും എന്തായാലും ഓണമൊക്കെ വരുമല്ലേ, അപ്പൊ വീട്ടിലെല്ലാരും ഒത്തുകൂടുമ്പോ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ചലഞ്ച്. അടിപൊളി ചിരിച്ച് പണ്ടാറടങ്ങും. കഴിഞ്ഞ ഗൈസ്. അപ്പൊ ഈ ചലഞ്ചില് ഷാനു തോറ്റിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞ കുറച്ച് ചലഞ്ചായിട്ട് ഷാനു ആയിരുന്നു എല്ലാ ചലഞ്ചും തൂക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ പ്രാവശ്യം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു എന്ത് ചെയ്യാനെന്ന് പറ ഷാനു. പോട്ടാ നീ തിന്നാനുള്ള ചലഞ്ച് കൈ വെച്ചു ഗൈസ്. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞ് ചലഞ്ച് വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ഗൈസ്. അപ്പൊ ബൈ.